34% കടന്നിരിക്കുന്നു വോട്ടിംഗ് നില എന്നാണ് ഏറ്റവും പുതിയ വിവരം പ്രേക്ഷകർക്ക് നൽകാൻ കഴിയുന്നത്. മിക്ക മേഖലയിലും വലിയ തോതിലുള്ള വോട്ടിംഗ് നില, വോട്ടർമാരുടെ പ്രകടനം കാണുന്നുണ്ട്. മധ്യ കേരളത്തിൽ ഒരുപക്ഷെ മന്ദഗതി, എക്കാലവും ഒരുപക്ഷെ വോട്ടിംഗ് ശതമാനത്തോട് കൊച്ചിയടക്കം പ്രകടിപ്പിച്ചുള്ള ഒരു മന്ദഗതി അതിനപ്പുറത്തേക്ക് എന്തായാലും പോകുന്നു എന്നാണ് ഇത്തവണ വലിയൊരു രീതിയിൽ തന്നെ വോട്ടിങ്ങിനോട് ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു വൈകാരികത വോട്ടർമാർ പ്രകടിപ്പിക്കുന്നു എന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ റിപ്പോർട്ട് ചെയ്യുന്നു. കൊല്ലത്തേക്ക്, തെക്കൻ കേരളത്തിലെ മറ്റൊരു ജില്ലയായ LDFിന് ഒരുപക്ഷെ മേൽക്കൈ നേടിക്കൊടുത്ത ജില്ലയാണ്. 11 മണ്ഡലങ്ങളാണ് കൊല്ലം ജില്ലയിൽ ഉള്ളത്. പ്രമുഖ മണ്ഡലങ്ങൾ, താരപ്രഭ കൊണ്ടൊക്കെ തന്നെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള താര പോരാട്ടങ്ങൾ നടക്കുന്ന പത്തനാപുരവും ഒപ്പം കൊല്ലം മണ്ഡലമൊക്കെ പ്രതിദാനം ചെയ്യപ്പെടുന്ന ജില്ലയാണ് കൊല്ലം. കൊല്ലത്തിൻ്റെ പൊതുവെയുള്ള ചിത്രം, കൊല്ലത്ത് ഇപ്പോൾ ഏറ്റവും പുതിയ വിശദാംശങ്ങൾ അനുസരിച്ച് 33% എന്ന നിലയിലേക്കാണ് വോട്ടിംഗ് എത്തിയിരിക്കുന്നത്. രാജ്കുമാർ ചേരുന്നു. രാജ്കുമാർ, കൊല്ലത്തെ 11 മണ്ഡലങ്ങളിലെയും ഒരു വ്യക്തമായ ഒരു പൊതു ചിത്രം പരിശോധിച്ചാൽ. 11 മണ്ഡലങ്ങൾ, അതായത് ഇപ്പോൾ കൊല്ലം നഗരപ്രദേശം, കൊല്ലം ജില്ലയിലെ നഗരപ്രദേശങ്ങൾ ഉൾപ്പെട്ട മണ്ഡലങ്ങളിൽ പൊതുവെ നല്ല ഒരു ക്ലൈമറ്റാണ് അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ വോട്ടിങ്ങിൻ്റെ ശതമാനവും അതനുസരിച്ച് ഉയരുന്നുണ്ട്. ഉച്ചയ്ക്ക് ശേഷം മഴയുണ്ടാകുമെന്നുള്ള ഒരു കണക്കുകൂട്ടലിൻ്റെ അടിസ്ഥാനത്തിലാണ് വീട്ടമ്മമാർ ഉൾപ്പെടെയുള്ളവർ പോളിംഗ് ബൂത്തിലേക്ക് അതിവേഗതയിൽ വന്ന് അവരുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം ഗ്രാമീണ മേഖലകളിൽ ഇപ്പോഴും ഒരു മന്ദഗതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. കൊല്ലം ജില്ലയെ സംബന്ധിച്ച് കിഴക്കൻ മേഖലയിൽ കുളത്തുപ്പുഴ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നല്ല മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും കൂടുതൽ പോളിംഗ് നടക്കുക എന്നുള്ളതാണ് ഇപ്പോൾ പറയാനാവുക. തീർച്ചയായും രാജ്കുമാർ, പത്തനാപുരം ഏറെ ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് പത്തനാപുരം. താരപ്രഭ കൊണ്ട് പ്രത്യേകിച്ച് ഗണേഷ് കുമാർ, ജഗദീഷ് ഒക്കെ മത്സരിക്കുന്ന ഒരു ശ്രദ്ധാ കേന്ദ്രം. അവിടുത്തെ ഒരു ജനങ്ങളുടെ പ്രതികരണം ഏത് രീതിയിലാണ്? പ്രത്യേകിച്ച് കേരളം, അതായത് പത്തനാപുരം മാത്രമല്ല കൊല്ലവും സ്റ്റാർ വാർ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന തരത്തിൽ താരയുദ്ധം തന്നെയാണ് കഴിഞ്ഞ 2 മാസം കൊണ്ട് കേരള ജനത മുഴുവനും കണ്ടത്. പ്രത്യേകിച്ച് മുകേഷിൻ്റെ സ്ഥാനാർത്ഥിത്വം, അതുപോലെ തന്നെ ഗണേഷ് കുമാറിനെതിരായി ജഗദീഷും ഭീമൻ രഘുവും പത്തനാപുരത്ത് വന്നതോടുകൂടി നക്ഷത്രങ്ങൾ മുഴുവനും വെണ്ണിൽ നിന്ന് മണ്ണിലേക്ക് വന്ന ഒരു കാഴ്ചയായിരുന്നു കേരളം കണ്ടത്. പത്തനാപുരത്ത് പൊരിഞ്ഞ പോര് തന്നെയാണ് പത്തനാപുരത്ത് നടന്നത്. അവിടെ സൂപ്പർ സ്റ്റാർ മോഹൻലാൽ ഉൾപ്പെടെയുള്ളവർ പിന്തുണയുമായി രംഗത്തെത്തിയതോടെ അല്പം അത് വിവാദമായെങ്കിൽ പോലും ആ വിവാദത്തെയും തച്ചുടച്ചുകൊണ്ട് ദിലീപ് ഉൾപ്പെടെയുള്ള നടന്മാർ ഗണേഷ് കുമാറിന് പിന്തുണയുമായി രംഗത്തെത്തിയ കാഴ്ച നമ്മൾ കണ്ടതാണ്. ആദ്യഘട്ടത്തിൽ അവിടെ നടൻ ജയറാം, അതുപോലെ KPS ലളിത ഉൾപ്പെടെയുള്ളവർ വന്നിരുന്നു. ഇത് പൊതുവെ ഇതെല്ലാം നിൽക്കുമ്പോഴും കൊല്ലം ജില്ലയിൽ പ്രത്യേകിച്ച് മണ്ഡലങ്ങൾ പരിശോധിക്കുമ്പോൾ കശുവണ്ടി തൊഴിലാളികളുടെ വോട്ട് നിർണായകമാകും. കശുവണ്ടി തൊഴിലാളികൾ അസംതൃപ്തരാണ് എന്നുള്ളത് അത് ഏത് മുന്നണിക്കാണ് ഗുണം ചെയ്യുക എന്നുള്ളത് നമുക്ക് കണ്ടറിയണം. ഒപ്പം തന്നെ ഷാഹിദ കമാൽ, അതുപോലെ രാമഭദ്രൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസിലെ ഒരുപക്ഷെ രാജ്കുമാർ പരിശോധിച്ചു കഴിഞ്ഞാൽ കൊല്ലത്തിന്റെ ചിത്രം മലയോര മേഖലയിലേക്ക് ഒരുപക്ഷെ നമ്മൾ ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ പല മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് വളരെ UDFിന്റെ ഒരു പക്വതയില്ലായ്മ ഒരു തീരുമാനത്തിലേക്ക് പോയി. വ്യക്തമായ ഒരു മുൻതൂക്കത്തോടുകൂടി ഉള്ള ശക്തി നിർണ്ണയിക്കാൻ തക്ക ശേഷിയുള്ള സ്ഥാനാർത്ഥികളെ ഇറക്കിയില്ല എന്നുള്ള ഒരു വലിയൊരു ആക്ഷേപം. മാത്രവുമല്ല, ചടയമംഗലത്തേക്ക് വന്നാൽ അവിടെ KPCCയുടെ വൈസ് പ്രസിഡന്റ് കൂടിയായ MM ഹസൻ മത്സരിക്കുന്നു. അതേസമയം വിമതശല്യം തുടക്കത്തിലുണ്ടായിരുന്നെങ്കിലും പിന്നീട് അതൊക്കെ തന്നെ ഇല്ലാതാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി. ചടയമംഗലത്തെ പ്രതിനിധീകരിച്ച്, മാത്രമല്ല ചടയമംഗലത്തിലെ കരുത്തയായ ഒരു പക്ഷേ ആ മണ്ഡലത്തെ ASCC അംഗമായിരുന്ന ഷാഹിദ കമാൽ അവിടെ നിന്നും വിട്ടുമാറി വലിയൊരു ചലനം, രാഷ്ട്രീയമായ ചലനം രേഖപ്പെടുത്തിയ ഒരു തിരഞ്ഞെടുപ്പ് കൂടിയാണ്. CPMലേക്ക്, ഇടതുപക്ഷത്തേക്ക് വരുന്ന ഒരു സാഹചര്യം. ഇങ്ങനെ ഒട്ടേറെ ഫാക്ടേഴ്സ്, അടിയൊഴുക്കൾ LDFിനൊപ്പമാണ് എക്കാലവും നിന്നിട്ടുള്ളത്. അതേസമയം ഇത്തവണ ചില മണ്ഡലങ്ങൾ പിടിച്ചെടുക്കുമെന്നും പറയുന്നുണ്ട്. ഇങ്ങനെ പൊതുവെ നോക്കുമ്പോൾ ഒരു പോരായ്മ ഏത് മുന്നണിക്ക് നിഴലിക്കുന്നു? അതേസമയം അവകാശപ്പെടാൻ കഴിയുന്ന ഫാക്ടേഴ്സ്. ശ്രീ ഷാഹിദ കമാൽ, താങ്കൾ ഉൾപ്പെടെയുള്ള രാമഭദ്രൻ, താങ്കൾ ഏത് സാഹചര്യത്തിലാണ് നിങ്ങൾ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം കത്തിക്കയറുന്ന സമയത്താണ് നിങ്ങൾ ഇരുവരും പാർട്ടി വിട്ട്, കോൺഗ്രസ് പാർട്ടി വിട്ട് ഇടതുമുന്നണിയിലേക്ക് CPMുമായി സഹകരിക്കാൻ തീരുമാനിച്ചത്? ഇപ്പോൾ താങ്കളുടെ മകൻ കൂടി പ്രതിഷേധ വോട്ട് രേഖപ്പെടുത്തും എന്ന് ഫേസ്ബുക്കിലൂടെ പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് രംഗത്തെത്തിയത്. ഇതിൻ്റെയൊക്കെ സാഹചര്യങ്ങൾ എന്താണ്? പ്രത്യേകിച്ച് ചടയമംഗലം പോലൊരു മണ്ഡലം എങ്ങനെയുണ്ട്? ചടയമംഗലത്ത്
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ തവണ നേടിയതിനേക്കാൾ ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. എന്ന് മാത്രമല്ല, കൊല്ലം ജില്ലയിൽ 11 സീറ്റും ഇത്തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയം കരസ്ഥമാക്കിയിരിക്കും. ഐക്യ ജനാധിപത്യ മുന്നണി 5 വർഷം ഭരണം നടത്തിയപ്പോൾ അഴിമതിയും സ്വജനപക്ഷപാതവും കെടുകാര്യസ്ഥതയും രാഷ്ട്രീയ കുതിരക്കച്ചവടവും മാത്രമാണ് 5 വർഷത്തെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തിൻ്റെ ആകത്തുക. അതിനെതിരെ വിധിയെഴുതുവാൻ കേരളീയ സമൂഹം കാത്തിരിക്കുകയാണ്. 10 ജില്ലകളിൽ പര്യടനം നടത്തിയ ഒരാളെന്ന നിലയിൽ എനിക്ക് ആധികാരികമായി പറയാൻ സാധിക്കും, 100-ലേറെ സീറ്റ് കരസ്ഥമാക്കി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ അധികാരത്തിൽ വരും. ശ്രീ അഫ്സൽ, ഈ അമ്മ ഈ ഏതാണ്ട് 10 കോൺഗ്രസിൽ നിന്നതിന് ശേഷമാണ് ഇപ്പോൾ അതിൽ ഒരു അവഗണന സഹിക്കാൻ വയ്യാതെ അല്ലെങ്കിൽ അവിടെയുള്ള പല പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ഇപ്പോൾ പുറത്ത് CPM-മായി സഹകരിക്കാൻ തീരുമാനിച്ചത്. അഫ്സൽ വിദേശത്തായിരുന്നു. എന്ത് ഉദ്ദേശത്തോടു കൂടിയാണ് അഫ്സൽ ഇന്ന് കേരളത്തിലെത്തിയത്? ഞാൻ ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെയുള്ള പ്രതിഷേധ വോട്ടിന് വേണ്ടിയാണ് ഞാൻ ഇന്ന് ഷാർജയിൽ നിന്ന് എത്തിയിരിക്കുന്നത്. അതിനെനിക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് ഫുള്ളി. അതുപോലെ തന്നെ കായിക രംഗത്ത് കോൺഗ്രസിന്റെ കായിക രംഗത്തെ നേതാവ് കൂടിയായിരുന്നു രാമഭദ്രൻ. താങ്കളുടെ ഇക്കാര്യത്തിൽ നിലപാടെന്താണ്? ഈ വർക്ക് ചെയ്യുന്നതിന് അംഗീകാരം തരാത്ത ഒരു സാഹചര്യമാണ് കോൺഗ്രസിൽ ഞാൻ കണ്ടുവന്നത്. ഇത് കുറച്ച് പേരുടെ കയ്യിൽ മാത്രം ഒതുക്കിക്കൊണ്ടൊരു ലിമിറ്റഡ് കമ്പനി പോലെ പോയിക്കൊണ്ടിരിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. എനിക്ക് വർക്ക് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കി തരില്ല. അത് എനിക്കല്ല, പലരും. കൊല്ലത്തെ വിശദാംശങ്ങളാണ് രാജ്കുമാർ നൽകിയത്. മാത്രമല്ല, ഷാഹിദ കമാൽ അവരുടെ അതൃപ്തി ശക്തമായി തന്നെ രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും സംസ്ഥാനത്തിന്റെ പൊതുവെയുള്ള ഒരു ചിത്രം ഏറ്റവും 34% എത്തിയിരിക്കുകയാണ് കേരളത്തിലെ ഇപ്പോഴത്തെ പോളിംഗ് ശതമാനം. 140 മണ്ഡലങ്ങളിലായി 1203 വോട്ടർമാർ സമ്മതിദാന അവകാശം ജനവിധി തേടുകയാണ്. രാവിലെ മുതൽക്കേ തന്നെ വലിയ രീതിയിലുള്ള ഒരു ജനസഞ്ചയമാണ് പോളിംഗ് രേഖപ്പെടുത്താനായി ശക്തമായ പോളിംഗ് തന്നെ രേഖപ്പെടുത്തുന്നു. അഞ്ജു, എന്തായാലും നമുക്ക് പ്രധാന വാർത്തകൾ പരിശോധിച്ച ശേഷം വളരെ വ്യക്തമായി ഏറ്റവും പുതിയ ചിത്രങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. വിവിധ മേഖലകളിൽ 140 മണ്ഡലങ്ങളിലെയും ചിത്രം പകർന്നല്ല ഞങ്ങളുടെ പ്രതിനിധികൾ ഓരോ ജില്ലകളിൽ നിന്നും വളരെ ശക്തമായ രീതിയിൽ ആർജവത്തോടുകൂടി ഊർജ്ജത്തോടുകൂടി നിലകൊള്ളുന്നുണ്ട്. എന്തായാലും പുതിയ ചിത്രത്തിലേക്ക് എത്താം. ആദ്യ 5 മണിക്കൂറുകൾ കടക്കുമ്പോഴുള്ള നില വളരെ വ്യക്തമായും തന്നെ പ്രകടമാണ്. വോട്ടിങ്ങിന്റെ ഗതി ഓരോ മണിക്കൂറുകളും വളരെ ഉദ്യോഗ നിമിഷത്തോടു കൂടി വീക്ഷിക്കേണ്ട ഒരു സാഹചര്യമാണ്. കാരണം അത്ര രീതിയിലുള്ള ഒരു പോരാട്ടം ഇത്തവണ ഉൾക്കൊള്ളേണ്ടി വരുന്നു. ട്രയാങ്കിൾ പോരാട്ടം പല മണ്ഡലങ്ങളിലും ഒരു ഡിസൈഡിംഗ് ഫാക്ടറായി BDJS-ഉം BJP-യും ഒക്കെ വന്ന സാഹചര്യത്തിലും ഒക്കെ ചില മണ്ഡലങ്ങളിൽ ഒരു ചതുഷ്കോണ മത്സരത്തിലേക്കൊക്കെയും പോകുന്ന സാഹചര്യമുണ്ട്. എന്തായാലും സംസ്ഥാനത്തെ വ്യക്തമായ ചിത്രം ഇതുവരെയുള്ള കണക്കുകൾ ഏറ്റവും പുതിയ കണക്ക് അനുസരിച്ച് 38%. ഒരുപക്ഷെ നല്ല മികച്ച ഒരു പോളിംഗ് ഏതാണ്ട് 5 മണിക്കൂർ പിന്നിടുന്നു. ആ 5 മണിക്കൂർ പിന്നിടുമ്പോൾ വ്യക്തമായ ഒരു മുന്നേറ്റം പോളിംഗ് ശതമാനത്തിൽ ഉണ്ടെന്ന് തന്നെ പറയേണ്ടി വരും. 5 മണിക്കൂർ ഇതുവരെ ആദ്യം മുതൽക്കേ തന്നെ ഇത്തരത്തിൽ ശക്തമായ ഒരു മുന്നേറ്റം പോളിംഗ് ശതമാനത്തിൽ കണ്ടുവരികയാണ്. തീർച്ചയായും എന്തായാലും നമുക്കൊരു ഇടവേള കൂടി അനിവാര്യമായി വന്നിരിക്കുന്നു. അഞ്ജു, ഇടവേളയ്ക്ക് ശേഷം ഏറ്റവും പുതിയ ചിത്രങ്ങൾ പകർന്നു നൽകും. ഇടവേളയിലേക്ക് തീർച്ചയായും ജനവിധി ഏതാണ്ട് 5 മണിക്കൂർ പിന്നിടുന്നു. ഇതുവരെയും 38% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത്തരത്തിൽ നോക്കുകയാണെങ്കിൽ വൻ രീതിയിലുള്ള ഒരു മുന്നേറ്റം പോളിംഗ് ശതമാനത്തിൽ ഉണ്ടാകും. കഴിഞ്ഞ വർഷത്തേനെ അപേക്ഷിച്ച് 75.21 എന്നുള്ള ശതമാനം കടത്തിവെട്ടിക്കൊണ്ട് മികച്ച രീതിയിലുള്ള ഒരു പോളിംഗ് ശതമാനം വൈകിട്ട് 6 മണിയോടുകൂടി ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രതികൂല സാഹചര്യങ്ങളൊക്കെ നിലവിലുണ്ട്. പക്ഷേ അതിനെയൊക്കെ അതിജീവിച്ച് അതിനെയൊക്കെ മറികടന്നുകൊണ്ട് തന്നെയാണ് ജനങ്ങളുടെ ഒരു പ്രതികരണവും ഇതുവരെ ഉണ്ടാകുന്നത്. ഇനിയും അങ്ങോട്ടുള്ള ആ ഒരു പ്രതികരണവും ജനങ്ങൾ വലിയ രീതിയിൽ വലിയ ആവേശത്തോടെ തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ ജനവിധിയെ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ. രാഷ്ട്രീയ പാർട്ടികൾ ഒരുപക്ഷെ അവർക്ക് അവകാശവാദത്തിനും അപ്പുറത്തേക്ക് ജനങ്ങളുടെ പ്രതികരണം വന്നിരിക്കുന്നു. വിവിധ വിഷയങ്ങൾ ഒരുപക്ഷെ അഴിമതി ചർച്ചയെ മുന്നോട്ട് വെച്ചുകൊണ്ട് LDF അഴിമതിയും ഒപ്പം തന്നെ വികസനം ഇല്ലായ്മയും തൊഴിലായ്മ അടക്കമുള്ള പല ഘടകങ്ങളും മുന്നോട്ട് വെച്ച് പ്രചരണ രംഗത്ത് സജീവമായെങ്കിൽ വികസന രാഷ്ട്രീയം UDF-ന്റെ വികസന രാഷ്ട്രീയം മുന്നോട്ട് വെച്ചുള്ള പോക്ക് ഒപ്പം 2 മുന്നണികളെയും തൃണവൽഗണിച്ചുകൊണ്ട് പുതിയ ഒരു സാഹചര്യം സൃഷ്ടിക്കണം. കേന്ദ്ര നേതാക്കന്മാരടക്കം പ്രധാനമന്ത്രി അടക്കം ക്യാമ്പ് ചെയ്ത സാഹചര്യങ്ങൾ ഇവിടെയൊക്കെയും വലിയ തോതിലുള്ള ഒരു
പ്രകടമായ രീതിയിലുള്ള വോട്ടിംഗ് നില നമുക്ക് അവകാശപ്പെടാൻ കഴിയും. എന്തായാലും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ നല്ല മികച്ച പോളിംഗ് രേഖപ്പെടുത്തുന്നു. ഇനി പത്തനംതിട്ടയിലേക്ക് പോകേണ്ടതുണ്ട്. പത്തനംതിട്ട 5 മണ്ഡലങ്ങൾ കേന്ദ്രീകരിക്കുന്ന പത്തനംതിട്ട മലയോര മേഖലയാണ്. BDJS ആക്ടേഴ്സ് നിലനിൽക്കുന്ന ഒരു മണ്ഡലങ്ങൾ അവിടെയുണ്ട്. മാത്രമല്ല പിടിച്ചെടുക്കാൻ തന്നെ മുന്നണികൾ മുന്നോട്ട് വരുന്നുണ്ട്. പത്തനംതിട്ടയിൽ നിന്നും ബിജേഷ് ചേരുന്നുണ്ട്. ബിജേഷ്, പൊതുചിത്രം വ്യക്തമാകുന്നുണ്ടോ? ഏകദേശം 5 മണിക്കൂറുകളാണ് പിന്നിട്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ വോട്ടിംഗ് നില എങ്ങനെയാണ് ജനങ്ങളുടെ പ്രതികരണം? തീർച്ചയായിട്ടും പ്രജീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ഒരു പോളിംഗ് ശതമാനത്തിലേക്ക് പത്തനംതിട്ട ജില്ല എത്തും എന്ന് തന്നെയാണ്. കഴിഞ്ഞ തവണ 68% ഇത്തവണ അത് 70% മുകളിൽ പോകാനുള്ള സാധ്യതകളെല്ലാം കാണുന്നു. നമ്മോടൊപ്പം പത്തനംതിട്ട ജില്ലയുടെ MP കൂടിയായിട്ടുള്ള ആന്റണിയുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം, ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിനെ ഏത് രീതിയിലാണ് UDF നേരിടുന്നത്? ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ കാണുന്ന പ്രത്യേകത വലിയ ജനപങ്കാളിത്തമാണ്. കാരണം എല്ലാ ബൂത്തുകളിലും രാവിലെ തൊട്ട് തന്നെ വലിയ ക്യൂ. അപ്പോൾ പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ചൊരു 70-72% വോട്ട് എന്ന് പറയുന്നത് 100% വോട്ടാണ്. എന്ന് വെച്ചാൽ പത്തനംതിട്ട ജില്ലയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു പോളിംഗ് ഇത്തവണ ഉണ്ടാകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കാരണം കാലത്ത് തന്നെ പോളിംഗ് ആരംഭിച്ചപ്പോൾ തുടങ്ങിയ ക്യൂ എല്ലാ ബൂത്തുകളിലും ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഇതിന് സമാനമായ ഒരു വോട്ടിംഗ് പാർട്ടിസിപ്പേഷൻ ഇതിനും ഒരു തെരഞ്ഞെടുപ്പിലും കണ്ടിട്ടില്ല. അതുകൊണ്ട് വളരെ ശുഭാപ്തി വിശ്വാസത്തിലാണ് ഞങ്ങളെല്ലാവരും. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ ഇടതുപക്ഷത്തിന് ഒരു വ്യക്തമായ മേധാവിത്വം പല മണ്ഡലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും രീതിയിൽ ബാധിക്കും എന്നൊരു ഭയം UDFനുണ്ടോ? ഇല്ല. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്, അസംബ്ലി തെരഞ്ഞെടുപ്പ്, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് ഇതെല്ലാം വ്യത്യസ്തമായ രീതിയിലാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ വാർഡിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി, അതുമായി ബന്ധപ്പെട്ട പല ഇക്വേഷൻസ്, അങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് വരുന്നത്. അസംബ്ലി തെരഞ്ഞെടുപ്പ് തികച്ചും രാഷ്ട്രീയമാണ്, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പും തികച്ചും രാഷ്ട്രീയമാണ്. അപ്പോൾ അതുകൊണ്ട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി യാതൊരു ബന്ധവും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകത്തില്ല. എന്തായാലും ഒരു കണക്കുകൂട്ടലുകളൊക്കെ ഇതിനോടകം തന്നെ പൂർത്തിയായിട്ടുണ്ടാകും എന്ന് തോന്നുന്നു. ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിലെ 5 മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തവണ 2 മണ്ഡലങ്ങൾ മാത്രമാണ് UDFനോടൊപ്പം നിന്നത്. ഇപ്പോൾ തിരുവല്ലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവിടെ സീറ്റ് തർക്കങ്ങളൊക്കെ വന്നിരുന്നു. പിന്നീട് അതൊക്കെ മേക്ക് ഓവർ ചെയ്ത് വരികയും ചെയ്തു. എന്നാലും ഇത്തവണ ഏതൊക്കെ മണ്ഡലങ്ങളിൽ ഭൂരിപക്ഷം, അത് ആ രീതിയിൽ എന്തെങ്കിലും ഒരു കണക്കുകൾ തയ്യാറായിട്ടുണ്ടോ? ഇത്തവണ പത്തനംതിട്ട ജില്ലയിൽ 5 സീറ്റ് UDF സമ്പൂർണ്ണ വിജയം. ആന്റണിയാണ് പ്രതീക്ഷ പങ്കെടുപ്പിച്ചത്. ഒരുപക്ഷെ അഞ്ജു, എന്തായിരിക്കും പത്തനംതിട്ടയ്ക്ക് പറയാനുള്ള ഒരുപക്ഷെ ചെറിയ തോതിലൊന്ന് വിലയിരുത്തിയ? തീർച്ചയായും നമുക്കറിയാം പ്രജീഷ്, പത്തനംതിട്ടയിലെ സംബന്ധിച്ച് കോൺഗ്രസിലെ തമ്മിലടി അത് തന്നെയാണ് പത്തനംതിട്ടയെ ഏറെ ശ്രദ്ധാകേന്ദ്രമാക്കിയതും. കോൺഗ്രസിലെ തമ്മിലടിയും ഒപ്പം കേരള കോൺഗ്രസിന്റെ പിളർപ്പും മാണി ഗ്രൂപ്പിലെ സീറ്റ് തർക്കവും ഒക്കെ പത്തനംതിട്ടയിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കറിയാം പത്തനംതിട്ട ഏറെക്കുറെ UDFനൊപ്പമായിരുന്നു ഇതുവരെയും. അത് ഇനി അങ്ങോട്ട് എന്താകും എന്ന കാര്യത്തിൽ സാമുദായിക ഘടകങ്ങളൊക്കെയും എന്തായാലും ചർച്ച ആയേക്കും. എന്തായാലും സാമുദായികപരമായ രീതിയിലുള്ള നേതാക്കന്മാരുടെ പ്രതികരണങ്ങൾ കൂടി വരുന്ന ഒരു ഘട്ടമാണുള്ളത്. G. സുകുമാരൻ നായർ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അതിന്റെ വിധിയെഴുത്തിന്റെ ദിനം അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. മതേതരത്വവും ജനാധിപത്യവും ഒരുപാട് സംരക്ഷിക്കുന്ന ഒരു സുസ്ഥിര ഗവൺമെൻറ് ആയിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ജനം വിധിയെഴുതുക. മതേതരത്വവും ജനാധിപത്യവും സംരക്ഷിക്കുന്ന ഒരു സുസ്ഥിര ഗവൺമെൻറ് ഈ രാജ്യത്ത് ഇപ്പോൾ അനിവാര്യമാണ്. അത് ജനങ്ങൾക്ക് ബോധമുണ്ട്. ജനങ്ങൾ അത് വിധിയെഴുതും എന്നാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായും വർഗീയതയ്ക്കും അഴിമതിക്കുമെതിരായ ഒരു ജനവിധി ഉണ്ടാകുമെന്നാണ് കോടിയേരി ബാലകൃഷ്ണൻ പ്രതികരിച്ചത്. ഇടതുപക്ഷത്തിന് വലിയ പ്രതീക്ഷ നിലനിൽക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം കേരളത്തിൽ UDFൻ്റെ അഴിമതി ഭരണം അവസാനിപ്പിക്കുന്ന ഒരു ജനവിധിയായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. വർഗീയതക്കും അഴിമതിക്കുമെതിരായിട്ടുള്ള ഒരു ശക്തമായ വിധിയെടുത്തായിരിക്കും. സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്താൻ കഴിയാത്ത UDF ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള സ്ത്രീകളുടെ പ്രതിഷേധം ഈ തെരഞ്ഞെടുപ്പിൽ ശക്തമായി അലയടിച്ചുയരാൻ പോവുകയാണ്. BJPക്കും എതിരായിട്ടുള്ള ജനവിധിയായിരിക്കും ഇത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ചരിത്ര വിജയമായിരിക്കും ഇത്തവണ ഉണ്ടാകാൻ പോകുന്നത്. ഏകദേശം പകുതിയോളം സമയം പിന്നീട് 5.5 മണിക്കൂറോളം കടക്കുന്ന ഒരു ഘട്ടമാണുള്ളത്. ഏകദേശം 38% എന്ന നിലയിലേക്കാണ് ഇപ്പോൾ പോളിംഗ് ശതമാനം രേഖപ്പെടുത്തുന്നത്. എല്ലാ ജില്ലകളും ഏകദേശം വോട്ടിങ്ങിനോട് ഒരു താല്പര്യം വോട്ടർമാർ കാണിക്കുന്നു എന്ന്
പറയേണ്ടി വരും. മധ്യ കേരളത്തിൽ സാധാരണഗതിയിൽ ഉണ്ടായിട്ടുള്ള മന്ദഗതി അത് തുടക്കം മുതൽ ഉണ്ടായിരുന്നെങ്കിലും ചെറുചലനങ്ങളിലൂടെ എന്തായാലും മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടവും നമ്മൾ കണ്ടു. ഇനി ഇപ്പോൾ കെ ജി ദിനകർ, തിരുവനന്തപുരത്തെ ഏറ്റവും പുതിയ ചിത്രം. തിരുവനന്തപുരത്ത് 14 മണ്ഡലങ്ങൾ ശ്രദ്ധാകേന്ദ്രമാണ്. അവിടെ BJPക്ക് അവകാശപ്പെടാൻ കഴിയുന്ന മണ്ഡലങ്ങളുണ്ട്. ഒന്ന് നേമം, വട്ടിയൂർക്കാവ് അടക്കം കഴക്കൂട്ടമടക്കമുള്ള മണ്ഡലങ്ങളിൽ നിർണായക സ്വാധീനവുമായി വരും അല്ലെങ്കിൽ അവകാശവാദം ഉന്നയിക്കുന്ന BJP ശക്തമായ ത്രികോണ മത്സരം മിക്ക സ്ഥലങ്ങളിലും കാഴ്ചവെക്കുന്ന 14 ജില്ലകളിൽ ചില മണ്ഡലങ്ങളുണ്ട്. പൊതുവെയുള്ള ചിത്രം ദിനകർ നൽകും. ദിനകർ, എന്തായിരിക്കാം ഈ മണ്ഡലങ്ങളിലൊക്കെ ജനങ്ങളുടെ പ്രതികരണം? നല്ല രീതിയിൽ, മികച്ച രീതിയിൽ തന്നെ പോളിംഗിനോട് പ്രതികരണം ഉണ്ടാകുന്നുണ്ടോ? ഞാൻ പറഞ്ഞ ശ്രദ്ധാകേന്ദ്രമായ മണ്ഡലങ്ങൾ കൂടി എടുത്തു പറഞ്ഞാൽ. പ്രതീക്ഷ, സംസ്ഥാനത്ത് ഒട്ടാകെ 38% പേർ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. പ്രതീക്ഷ സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് വോട്ടെടുപ്പിൻ്റെ പകുതി സമയം പിന്നിട്ടിരിക്കുന്നു, 5.5 മണിക്കൂർ. ഇനി 5.5 മണിക്കൂർ കൂടി അവശേഷിക്കുമ്പോൾ 38% പേർ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു. ഏതാണ്ട് 1 മണിയോടുകൂടി ഒരു പക്ഷേ 50%-ലേക്ക് എത്താനുള്ള സാധ്യതയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം ബൂത്തുകളിൽ നീണ്ട ക്യൂ ആണ് ഇപ്പോൾ ഉള്ളത്. അത് നഗരപ്രദേശമെന്നോ ഗ്രാമപ്രദേശമെന്നോ വ്യത്യാസമില്ലാതെ നീണ്ട നിര തന്നെയാണ് ഇപ്പോൾ ബൂത്തുകളിൽ കാണാൻ കഴിയുന്നത്. കാരണം ഉച്ചയ്ക്ക് ശേഷം മഴ ഉണ്ടാവുമോ എന്നുള്ള ഭയത്താൽ വോട്ടർമാർ കൂടുതലായി ബൂത്തുകളിലേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് എങ്ങും കാണാൻ കഴിയുന്നത്. എന്തായാലും ഇതുവരെ അനിഷ്ട സംഭവങ്ങളൊന്നും ഇല്ലാതെ തന്നെയാണ് പോളിംഗ് പുരോഗമിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രജീഷ് സൂചിപ്പിച്ചതുപോലെ 14 മണ്ഡലങ്ങളാണ് തിരുവനന്തപുരം ജില്ലയിലുള്ളത്. തിരുവനന്തപുരം ജില്ലയിൽ വോട്ടിംഗ് ശതമാനം എടുത്ത് പരിശോധിച്ചാൽ 34% പേർ ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് തിരുവനന്തപുരത്ത് തീരപ്രദേശങ്ങളിൽ ഉൾപ്പെടെ മികച്ച പോളിംഗാണ് ഇപ്പോൾ രേഖപ്പെടുന്നത്. 1-2 ബൂത്തുകളിൽ വോട്ടിംഗ് മെഷീൻ കേടായത് ഒഴിച്ചു നിർത്തിയാൽ വോട്ടിംഗ് കൃത്യമായി തന്നെ മുന്നേറുന്നു എന്നാണ് നമുക്ക് ചൂണ്ടിക്കാട്ടാൻ കഴിയുക. വളരെ വാശിയേറിയ മത്സരം നടക്കുന്ന പല മണ്ഡലങ്ങളും തിരുവനന്തപുരം ജില്ലയിൽ ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാശിയേറിയ മത്സരം നടക്കുന്ന നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ വളരെ വാശിയേറിയ മത്സരം നടക്കുന്ന മണ്ഡലങ്ങൾ ആണ്. അതുകൊണ്ട് തന്നെ തലസ്ഥാന നഗരിയിലെ പോളിംഗ് അതിൻ്റെ പെർസെൻറ്റേജ് ആകാംക്ഷയോടുകൂടി തന്നെയാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഈ പോളിംഗ് ശതമാനം ഉയരുകയോ അല്ലെങ്കിൽ താഴുകയോ ചെയ്താൽ അത് ഏത് രീതിയിൽ ബാധിക്കും എന്നത് ഉൾപ്പെടെയുള്ള ചർച്ചാ വിഷയങ്ങൾ ശ്രദ്ധേയമാണ്. കഴിഞ്ഞ തവണ തിരുവനന്തപുരം ജില്ലയിൽ 68.3% പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ഇത്തവണ പക്ഷേ അതിലും മുകളിലേക്ക് പോളിംഗ് ശതമാനം എത്താനുള്ള സാധ്യതയാണ് കൽപ്പിക്കപ്പെടുന്നത്. കാരണം വാശിയേറിയ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ പരമാവധി വോട്ടർമാരെ ബൂത്തുകളിലേക്ക് എത്തിക്കുന്നതിനുള്ള ഒരു നിലപാടാണ് ഓരോ രാഷ്ട്രീയ പാർട്ടികളും സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതൽ വോട്ടിംഗ് പെർസെൻറ്റേജിൽ വർധനവുണ്ടാകാം. അത് ആർക്ക് ഗുണം ചെയ്യും എന്നുള്ളത് നമുക്ക് ഇപ്പോൾ പ്രവചിക്കുക അസാധ്യമാണ്. അത് 19-ാം തീയതി മാത്രമേ നമുക്ക് അത്തരം ഒരു വിലയിരുത്തൽ സാധ്യമാവുകയുള്ളൂ. LDF കഴിഞ്ഞ തവണ 5 സീറ്റുകളിലാണ് തിരുവനന്തപുരത്ത് വിജയിച്ചത്. അതേസമയം UDF 9 സീറ്റുകളും കഴിഞ്ഞ തവണ പിടിച്ചെടുത്തു. ഇത്തവണ LDF തങ്ങൾക്ക് വലിയ ഒരു മുന്നേറ്റമാണ് തിരുവനന്തപുരം ജില്ലയിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സീറ്റ് നേടി ഇത്തവണ ഭരണം പിടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്താൻ കഴിയും. അതിന് തിരുവനന്തപുരം ജില്ല വലിയ തോതിൽ തങ്ങളെ സഹായിക്കും എന്ന ഒരു നിലപാടാണ് LDFനുള്ളത്. അതേസമയം കഴിഞ്ഞ തവണത്തെ ഒരു വിജയം ഇക്കുറിയും ആവർത്തിക്കാൻ കഴിയുമെന്നാണ് UDFൻ്റെ വിലയിരുത്തൽ. BJP ആവട്ടെ തങ്ങൾക്ക് അക്കൗണ്ട് തുറക്കുന്നത് തെക്കൻ ജില്ലയിൽ നിന്ന് തന്നെയാവും എന്ന ഒരു വിലയിരുത്തലാണ് BJPയും നടത്തുന്നത്. BDJSനെ കൂടി കൂട്ടുപിടിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ശക്തമായി ഒരു പരിധിവരെ തങ്ങളുടെ സാന്നിധ്യം അറിയിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതും കഴിഞ്ഞിട്ടുമുണ്ട്. എന്നിരുന്നാൽ പോലും വിജയത്തിലേക്ക് എത്തത്തക്ക രീതിയിലുള്ള ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ടോ എന്നുള്ളത് ഇപ്പോഴും പ്രസക്തമാണ്, ചർച്ചാ വിഷയമാണ്. തീർച്ചയായും അവിടെ ദിനകർ, അവിടെ ഒരു നേമം മണ്ഡലം അടക്കമുള്ള നേമം BJP ഒരുപക്ഷെ അവകാശപ്പെടുന്ന മണ്ഡലങ്ങളിലെ വോട്ടിംഗ് ശതമാനം, ചില കൺസോൾട്ടേഷൻസ്, ചില അടിയൊഴുക്കുകൾ നിർണായകമായും ഉണ്ടാകാവുന്ന ഒരു സാഹചര്യമാണ്. അവിടെ നേമം എടുത്താലും വട്ടിയൂർക്കാവ് എടുത്താലും കഴക്കൂട്ടം എടുത്താലും ഡിസൈഡിങ് ഫാക്ടേഴ്സ്, പല ഘടകങ്ങൾ, ഒരുപക്ഷെ ജാതി സമവാക്യങ്ങൾ പോലും ചേർത്ത് വായിക്കപ്പെടേണ്ട ഘട്ടങ്ങൾ പൂർണ്ണമായ വിലയിരുത്തലിലേക്ക് എന്തായാലും പോകുന്നില്ല. അത്തരത്തിലുള്ള കൺസോൾട്ടേഷൻ ഉണ്ടാകാൻ സാധ്യതയുള്ള മണ്ഡലങ്ങൾ BJPക്ക് ഒരുപക്ഷെ പ്രതീക്ഷകൾക്കപ്പുറത്തേക്ക് അവർക്ക് വലിയ പ്രതിരോധം സൃഷ്ടിക്കുന്ന രീതിയിലേക്ക്, ആ രീതിയിൽ നോക്കുമ്പോൾ ഈ മണ്ഡലങ്ങളിലൊക്കെയും വോട്ടർമാരുടെ ചടുലമായ ഒരു പോളിംഗ് രേഖപ്പെടുത്തുന്നുണ്ടോ ഈ 3 മണ്ഡലങ്ങൾ? പ്രതീക്ഷ, തീർച്ചയായും അടിയൊഴുക്കുകൾ ശക്തമാണ്. അത് ആർക്ക് ഗുണം ചെയ്യും എന്ന് നമുക്ക് ഇപ്പോൾ പറയുക വയ്യ. കാരണം ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഒരു പരിധിവരെ BJP മറ്റ് ഘടകകക്ഷികളെ ചെറിയ കക്ഷികളെ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ ശക്തമായ രംഗത്തെത്തിയത്. അതുകൊണ്ട് തന്നെ ഏത് LDFൽ നിന്നോ UDFൽ നിന്നോ വോട്ട് ചോർച്ച ഉണ്ടാകുമോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇപ്പോൾ പ്രവചിക്കാൻ കഴിയുകയില്ല. എന്നിരുന്നാൽ പോലും അത്തരത്തിൽ ഒരു വോട്ട് ചോർച്ച ഉണ്ടാവില്ല എന്ന് തന്നെയാണ് LDF വിലയിരുത്തുന്നത്.
ബി ഡി ജെ എസിൻ്റെ ഉദയം തങ്ങൾക്ക് ഒരു രീതിയിലും തങ്ങളെ സ്വാധീനിക്കില്ല, അല്ലെങ്കിൽ തങ്ങളുടെ വോട്ടിനെ സ്വാധീനിക്കില്ല എന്ന് LDF ഉറച്ചു വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ UDF കേന്ദ്രങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു തങ്ങൾക്കും നഷ്ടമാവില്ല എന്ന്. അതേസമയം പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത് BDJS ഒരു പരിധിവരെ ചില മണ്ഡലങ്ങളിലെങ്കിലും ഭീഷണി ഉയർത്തും എന്ന ഒരു വിലയിരുത്തൽ പല കോണുകളിൽ നിന്നും ഉയർന്നിട്ടുണ്ട്. എന്തായാലും LDF തങ്ങൾക്ക് മികച്ച വിജയം ജില്ലയിൽ നേടാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. തെക്കൻ കേരളത്തിൽ ഒന്നാകെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ കഴിഞ്ഞ തവണ 30 സീറ്റുകൾ ഉള്ളതിൽ 17ഇടത്തും LDF വിജയം കുറിച്ചിരുന്നു. അതിലും മുകളിലുള്ള ഒരു വിജയമാണ് LDF ഇത്തവണ പ്രതീക്ഷിക്കുന്നത്. 13 സീറ്റുകളിലായിരുന്നു UDF കഴിഞ്ഞ തവണ വിജയിച്ചത്. അവർ അത് നിലനിർത്താൻ കഴിയുമെന്നുള്ള ശുഭാപ്തി വിശ്വാസം അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. അതിനപ്പുറം തങ്ങൾക്ക് ഒരു നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന് UDFും കരുതുന്നു. അതേസമയം BJP ആവട്ടെ തങ്ങളുടെ അക്കൗണ്ട് ഇത്തവണ തുറക്കാൻ കഴിയും, തെക്കൻ കേരളത്തിൽ നിന്നും ഒരു സീറ്റെങ്കിലും നേടാൻ കഴിയുമെന്നുള്ള ശുഭാപ്തി വിശ്വാസം അവർ പ്രകടിപ്പിക്കുന്നു. അതിനുവേണ്ടിയുള്ള ഒരു വലിയ പ്രചരണമാണ് അവർ കെട്ടഴിച്ചു വിട്ടത്. എന്തായാലും തലസ്ഥാന നഗരിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകത കൂടിയുണ്ട്. ആർക്കാണോ ഭരണം ലഭിക്കുന്നത് അവരോടൊപ്പം നിൽക്കുന്ന ഒരു പ്രവണതയാണ്, അല്ലെങ്കിൽ അവരിലേക്ക് ചായുന്ന ഒരു സാഹചര്യമാണ് തലസ്ഥാന നഗരിയെ സംബന്ധിച്ചിടത്തോളം, തലസ്ഥാന ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അത് ഇത്തവണ ആർക്കാണ് എന്നത് സംബന്ധിച്ച് നമുക്ക് കണ്ടറിയേണ്ടി വരും. എന്തായാലും കനത്ത പോളിംഗ് തന്നെയാണ് നടക്കുന്നത്. ഉച്ചയോടുകൂടി അത് 45 മുതൽ 50% വരെ എത്തും. ഒരുപക്ഷെ 50% മുകളിലേക്ക് സംസ്ഥാനത്ത് പോളിംഗ് ശതമാനം എത്താനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മഴ ഉണ്ടാകുമോ എന്നുള്ള ആശങ്ക മൂലം ജനങ്ങൾ കൂടുതലായി പോളിംഗ് ബൂത്തുകളിലേക്ക് രാവിലെ തന്നെ എത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൻ്റെ ഫലമായി തന്നെയാണ് 38% പോളിംഗ് ശതമാനം ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അത് ഒരുപക്ഷെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉച്ചയോടുകൂടി 1 മണിയോടുകൂടി 50% എത്താനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. മറ്റൊരു പ്രത്യേകത, ഇത്തവണ സാധാരണഗതിയിൽ രാവിലെ 7 മണി മുതൽ 5 മണി വരെയാണ് പോളിംഗ് നടക്കാറ്. എന്നാൽ ഇത്തവണ അത് 6 മണിയാക്കി 6 മണിയിലേക്ക് ദീർഘിപ്പിച്ചിട്ടുണ്ട്. 1 മണിക്കൂർ കൂടുതൽ സമയം അനുവദിച്ചിട്ടുണ്ട്. 6 മണിക്ക് പോളിംഗ് ബൂത്തിൽ എത്തുന്ന എല്ലാവർക്കും സ്ലിപ്പ് കൊടുത്തുകൊണ്ട്, എല്ലാവർക്കും അല്ലെങ്കിൽ ക്യൂവിലെത്തുന്ന ഓരോരുത്തർക്കും പ്രത്യേക സ്ലിപ്പ് കൊടുത്തുകൊണ്ട് വോട്ട് ചെയ്യുന്നതിനുള്ള എല്ലാ സംവിധാനവും ഒരുക്കിയിട്ടുമുണ്ട്. ഇതുവരെ സമാധാനപരമായിട്ടാണ് പോളിംഗ് പുരോഗമിക്കുന്നത്. അത് ഒരുപക്ഷെ കൂടുതൽ പോളിംഗ് പെർസെൻറ്റേജ് ഉയർത്താനും അത് വ്യക്തമാണ്. ദിനകർ പക്ഷേ അഞ്ജു ദിനകർ സൂചിപ്പിച്ചതുപോലെ തന്നെ, കാരണം ഒരു ഡിസൈഡിംഗ് ഫാക്ടറായിട്ട് തിരുവനന്തപുരം ജില്ല മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നു. ഒപ്പം തെക്കൻ കേരളം തിരിച്ചു പിടിക്കാം, അല്ലെങ്കിൽ ഒരു അക്കൗണ്ട് തുറക്കാമെന്ന ഒരു പ്രതീക്ഷ BJPക്കും തെക്കൻ കേരളത്തിലുണ്ട്. എന്തായാലും പ്രജീഷ്, UDFന് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ നിഷ്കാസനം ചെയ്യപ്പെടുമെന്ന് പിണറായി വിജയൻ പറഞ്ഞു. നവകേരളം കെട്ടിപ്പടുക്കാൻ ഇവിടെ ഇന്ന് നിലവിലുള്ള സംവിധാനത്തിന് മാറ്റം വേണം എന്ന് ജനങ്ങളാകെ ആഗ്രഹിക്കുകയാണ്. കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാൻ പോകുന്നത് UDF വലിയ തോതിൽ നിഷ്കാസനം ചെയ്യപ്പെടും. അതിന് കാരണം ജനവിരുദ്ധ നടപടികൾ, അഴിമതി, അതോടൊപ്പം നാട്ടിൽ ആർക്കും അംഗീകരിക്കാൻ പറ്റാത്ത ഒരുപാട് വൃത്തികേടുകൾ, ഇതിനെല്ലാം നേതൃത്വം കൊടുത്തവർ ഇനി അധികാരത്തിലുണ്ടായിക്കൂടാ എന്ന് ജനങ്ങൾ കരുതുന്നു. അതോടൊപ്പം കേരളത്തിൻ്റെ മതനിരപേക്ഷത വളരെ പ്രധാനമായാണ് കാണുന്നത്. ആ മതനിരപേക്ഷത സംരക്ഷിക്കേണ്ടതിന് പകരം മതനിരപേക്ഷതയ്ക്ക് പോറലേൽപ്പിക്കാനുള്ള നടപടികൾ UDF ഗവൺമെൻറ് സ്വീകരിച്ചു എന്നതും ജനങ്ങൾ ഗൗരവമായി തന്നെ കാണുകയാണ്. ഇവിടെ മതനിരപേക്ഷതയ്ക്ക് ആപത്ത് വരുത്താൻ വേണ്ടി നിലകൊള്ളുന്ന വർഗീയ ശക്തികൾക്ക് കനത്ത ഒറ്റപ്പെടലാണ് അനുഭവപ്പെടേണ്ടി വരിക. അതോടൊപ്പം UDF വലിയ തകർച്ചയിലേക്കും നീങ്ങും. എന്തായാലും UDF വലിയ തോതിൽ നിഷ്കാസനം ചെയ്യപ്പെടുമെന്ന് തന്നെയാണ് പിണറായി വിജയൻ പങ്കുവച്ചത്. ഒപ്പം LDFന്റെ വിജയപ്രതീക്ഷയും അദ്ദേഹം പങ്കുവച്ചു. ഇതന്നെയാണ് പ്രജേഷ്. തീർച്ചയായും, കാരണം ഇവിടെ രാഷ്ട്രീയമായ ഒട്ടേറെ വാദഗതികൾ ഇത്തവണ ഉന്നയിക്കപ്പെടാൻ, അല്ലെങ്കിൽ അവകാശവാദങ്ങൾ ഉന്നയിക്കപ്പെടാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ്. ആ രീതിയിലുള്ള പ്രതികരണങ്ങളാണ് എന്തായാലും പിണറായി വിജയനിൽ നിന്നും, ഒപ്പം നേരത്തെ VM സുധീരിൽ നിന്നും ഉമ്മൻചാണ്ടിയിൽ നിന്നുമൊക്കെ കേട്ടത്. ഇനി കോഴിക്കോടേക്ക് ഒരു പക്ഷേ ഒന്ന് കണ്ണോടിച്ചു കഴിഞ്ഞാൽ കോഴിക്കോടിൻ്റെ ഒരു ചിത്രം LDFനൊപ്പം കഴിഞ്ഞ 10 മണ്ഡലങ്ങളും LDFന് സമ്മാനിച്ചുകൊണ്ട് കോഴിക്കോട് വ്യക്തമായൊരു മേലൊഴുക്ക് തന്നെ പ്രകടമാക്കിയ ജില്ലയാണ്. അവിടെ എന്തായിരിക്കും അടിയൊഴുക്കുകളും ആ സാഹചര്യങ്ങളോട് വോട്ടർമാർ ഏത് രീതിയിൽ പ്രകടിപ്പിക്കുന്നു? കുട്ടൻ ഒരുപക്ഷെ തുടക്കത്തിലെ ആ ഒരു ചലനം തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ? നല്ല രീതിയിലുള്ള ഒരു വോട്ടിംഗ് ശതമാനം
ഏകദേശം സംസ്ഥാന ശരാശരിക്ക് അപ്പുറത്തേക്ക് അല്ലെങ്കിൽ ഒപ്പം നിൽക്കുന്ന ആ രീതിയിലേക്കാണോ വോട്ടിംഗ് നില പോകുന്നത്? കോഴിക്കോടിന് പറയാനുള്ളത്? പ്രതീക്ഷ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകൾ ഉൾപ്പെടുന്ന മലബാർ മേഖലകളിലൊക്കെ വലിയ രീതിയിലുള്ള പോളിംഗ് ശതമാനം തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഉച്ചയോടുകൂടി, അതായത് പോളിംഗ് ആരംഭിച്ച് ഉച്ച സമയം ആകുമ്പോഴേക്ക് തന്നെ വലിയ രീതിയിലുള്ള മലബാറിൻ്റെ രാഷ്ട്രീയ പ്രബുദ്ധതയൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് വോട്ടർമാർ വോട്ടിംഗ് കേന്ദ്രങ്ങളിലേക്ക് എത്തുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ണൂരിലെ ധർമ്മടം മണ്ഡലത്തിലാണ്. ധർമ്മടം മണ്ഡലത്തിലെ കാടാച്ചിറ ഹയർ സെക്കൻഡറി സ്കൂളിലെ ബൂത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്, സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുടെ വലിയ നിര ഇപ്പോൾ കാണാം. ഈ ഉച്ച നേരത്തും ഇവിടെ 3 ബൂത്തുകളാണുള്ളത്. ഈ 3 ബൂത്തുകളിലും സ്ത്രീകൾ ഉൾപ്പെടെയുള്ള വോട്ടർമാരുടെ നീണ്ട നിരയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇത് തന്നെയാണ് കണ്ണൂർ ജില്ലയിലെയും കോഴിക്കോട് ജില്ലയിലെയും ഒക്കെ പൊതുസ്ഥിതി. കൃത്യമായ രാഷ്ട്രീയം തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന ജില്ലകളാണ് ഇവയൊക്കെ. പ്രത്യേകിച്ച് കണ്ണൂർ, നമുക്കറിയാം കണ്ണൂർ ജില്ലയിൽ ഇപ്പോൾ തന്നെ സംസ്ഥാന പോളിംഗ് ശതമാനത്തേക്കാൾ കൂടിയ ശതമാനം കണ്ണൂർ ജില്ലയിൽ രേഖപ്പെടുത്തി കഴിഞ്ഞു. 44 കണ്ണൂർ ജില്ലയിലെ പോളിംഗ്. അതുപോലെ കോഴിക്കോട് ജില്ലയിലും മലബാറിലെ വടക്കൻ ജില്ലകളിലെല്ലാം വലിയ രീതിയിലുള്ള പോളിംഗ് ശതമാനം തന്നെയാണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ പൊതുവിൽ ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന ജില്ലകളാണ് മലബാറിലെ ഭൂരിഭാഗം ജില്ലകളും. കോഴിക്കോടും കണ്ണൂരുമൊക്കെ വലിയ രീതിയിലുള്ള മുന്നേറ്റം LDFന് ഉണ്ടാകുമെന്ന് തന്നെയാണ് പൊതുവെ പ്രതീക്ഷിക്കപ്പെടുന്നത്. അതുപോലെ പാലക്കാട്ടിലും വയനാട്ടിലും കാസർഗോഡും ഒക്കെ മുന്നേറ്റം ഉണ്ടാകുമെന്നും, മലപ്പുറത്ത് നിലവിലുള്ള 2 സീറ്റുകൾ നിലനിർത്തിക്കൊണ്ട് തന്നെ അതിൻ്റെ കൂടെ കുറച്ച് സീറ്റുകൾ കൂടി പിടിച്ചെടുക്കാനാകുമെന്ന പൊതു പ്രതീക്ഷയിലാണ് LDF കേന്ദ്രങ്ങളുള്ളത്. അതേസമയം തന്നെ UDFും ഈ മേഖലയിൽ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. പക്ഷേ കണ്ണൂർ ജില്ലയിൽ തന്നെ 4 മണ്ഡലങ്ങളിൽ ശക്തമായ വിമത സാന്നിധ്യമുള്ളത് UDFിന്റെ വിജയപ്രതീക്ഷയെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്. തീർച്ചയായും കുട്ടൻ, ഏതാണ്ട് 2126 പ്രശ്നബാധിത ബൂത്തുകളാണ് സംസ്ഥാനത്തൊട്ടാകെയുള്ളത്. അതിൽ ഏറ്റവും അധികമുള്ളത് കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിലാണ്. ഇത്തരത്തിൽ ഇതുവരെ ഏതെങ്കിലും തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഈ ബൂത്തുകളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? എത്രത്തോളം സുരക്ഷ അവിടെ ശക്തമാക്കിയിട്ടുണ്ട്? കനത്ത സുരക്ഷയാണ് ഈ മേഖലയിലെങ്ങും ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതൊരുപക്ഷെ ആ സുരക്ഷാ സംവിധാനങ്ങൾ അമിതമായോ എന്നടക്കമുള്ള ഒരു സംശയങ്ങൾ കൂടിയുണ്ട്. നമുക്കറിയാം, പ്രത്യേകിച്ച് നാട്ടുമ്പുറങ്ങളിലും കനത്ത പോളിംഗ് രേഖപ്പെടുത്തുന്ന പാർട്ടി കേന്ദ്രങ്ങൾ, അത് ഏത് പാർട്ടികളുടെ ആയാലും അത്തരത്തിൽ കേന്ദ്രങ്ങളുള്ള പ്രദേശമാണ് കണ്ണൂരും കോഴിക്കോടും ഒക്കെ. ഇവിടങ്ങളിലൊക്കെ വോട്ടർമാരെ ഭീതിപ്പെടുത്തുന്ന രീതിയിലാണ് കേന്ദ്രസേനയുടെ സാന്നിധ്യം. കേരള പോലീസിന് പുറമെ വലിയ രീതിയിലുള്ള കേന്ദ്രസേനയെയും വിന്യസിച്ചിരിക്കുന്നു. കണ്ണൂരിൽ തന്നെ, കണ്ണൂരിലെ കല്യാശ്ശേരി മണ്ഡലത്തിലെ ചെറുതാഴത്തും അതുപോലെ തന്നെ കടന്നപ്പള്ളി പഞ്ചായത്തിലെ ഒരു ബൂത്തിലും രാവിലെ തന്നെ വോട്ട് ചെയ്യാൻ എത്തിയ വോട്ടർമാരെ കേന്ദ്രസേനയിലെ അംഗങ്ങൾ, BSF ജവാന്മാർ ലാത്തി കൊണ്ടടിച്ച് പരിക്കേൽപ്പിച്ചിരുന്നു. അത്തരത്തിലുള്ള 1-2 വിഷയങ്ങൾ ഈ മേഖലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള സംഘർഷങ്ങളൊന്നും തന്നെ ഇതുവരെയും എവിടെയും ഉണ്ടായിട്ടില്ല. പൊതുവിൽ ഈ സമയമാകുമ്പോഴേക്കും പൊതുവിൽ വളരെ സമാധാനപരമായിട്ട് തന്നെയാണ് മലബാറിലെ പോളിംഗ് പുരോഗമിക്കുന്നത്. പ്രത്യേകിച്ച് കണ്ണൂരിലെയും ഈ മലബാർ മേഖലകളിലെ പോളിംഗ് വളരെ സമാധാനപരമായിട്ട് തന്നെയാണ് പുരോഗമിക്കുന്നത്. പ്രമുഖ നേതാക്കളെല്ലാം തന്നെ രാവിലെ തന്നെ അവരുടെ ബൂത്തുകളിലെത്തി വോട്ടുകൾ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അഞ്ജു.